നിങ്ങൾ ഈ അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ, ഈ അടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാനൊരു 3 ടിപ്പ് പറഞ്ഞു തരാം. ടിപ്പ് നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ സെറ്റ് ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മാക്സിമം ചെലവാക്കാൻ പറ്റുന്നത് ഈ കല്യാണത്തിന് 1,00,000 രൂപയാണെങ്കിൽ നിങ്ങൾ എല്ലാവരോടും നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് 50,000 രൂപയാണെന്നാണ്. സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വന്ന് നിങ്ങൾക്ക് 1,00,000 രൂപ നിങ്ങളുടെ ബഡ്ജറ്റിലാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വരുന്ന കാശ് നിങ്ങൾക്ക് ലാഭം. ആൻഡ് ടിപ്പ് നമ്പർ 2, നിങ്ങൾ ഈ കല്യാണത്തിന് സമയത്ത് മാത്രം SSLCന്റെ മാർക്ക് ചോദിച്ച് വിളിച്ചതിന് ശേഷം പിന്നെ ഇപ്പൊ നമ്മൾ കുടുംബക്കാരല്ലേ എന്ന് പറഞ്ഞ് കയറി വരുന്ന കുറേ ബന്ധുക്കളെ കാണും. ഇവരൊക്കെ നിങ്ങളുടെ അപ്പനും അമ്മയും അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും കാണും. പക്ഷെ അവരെയും നിങ്ങളുടെ വീട്ടുകാരെയും മനസ്സിലാക്കേണ്ടത് ഇവരാരും കുടുംബക്കാരല്ല, ഞാനും എന്റെ തന്തയും തള്ളയും മാത്രമാണ് കുടുംബത്തിലുള്ളത് എന്നും അവരെയും നിങ്ങളെയും ഉറപ്പുവരുത്തുക. ടിപ്പ് നമ്പർ 3, കല്യാണത്തിന് തുണി എടുക്കാൻ പോകുമ്പോൾ ഒരു ബറ്റാലിയൻ ആളുകളുമായിട്ട് പോവാതെ തുണി ഉടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളും മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്ന ആളും അല്ലെങ്കിൽ കാശ് ചെലവാക്കുന്ന ആളും ഒപ്പം തലയ്ക്ക് ബോധവും കുറച്ച് സെലക്ഷൻ സെൻസും ഉള്ള ആരെങ്കിലും ഒരാളുമായിട്ട് പോവുക. അല്ലാതെ നാട്ടിൽ ഒരു കിണ്ടൽ ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവർക്ക് മുഴുവൻ തത്തുമ്മ പച്ചയിൽ ചുമന്ന വരെയുള്ളതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതിട്ട് കല്യാണം കഴിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇവരാരെയും കൊണ്ടുപോകാതിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടിപ്സിനായി വൈബ് ഓഫ് തള്ള ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. പീസ്.